എല്ലാ ശ്രീരാഗം കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയുന്ന കഥ വില്യമംഗലത്ത് നമ്പൂതിരി. വില്യമംഗലത്ത് നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് നിന്നും 2-3 നാഴിക അകലെയുള്ള ഒരു അമ്പലവാസിയായ സ്ത്രീയെ സംബന്ധം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ആ ഭാര്യയെക്കുറിച്ച് അളവറ്റ പ്രേമമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം എവിടെയെല്ലാം പോയാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാലും രാത്രിയിൽ ഭാര്യാഗൃഹത്തിൽ തിരിച്ചെത്തുന്ന രാത്രിയിൽ ഭാര്യാഗൃഹത്തിൽ ചെന്നാലല്ലാതെ കിടക്കയില്ലെന്ന് നിശ്ചയം ചെയ്തിരുന്നു. ഒരു ദിവസം ഉച്ചയായപ്പോൾ മുതൽ അതികലശലായിട്ട് മഴ തുടങ്ങി. നമ്പൂതിരി അത്താഴം കഴിഞ്ഞ് മഴ മാറാനായി വളരെ നേരം കാത്തിരുന്നു. 10 നാഴിക ചെന്നിട്ടും മഴ മാറിയില്ല. അപ്പോൾ കറുത്ത പക്ഷമായിരുന്നതിനാൽ അതികഠിനമായ ഇരുട്ടുമുണ്ടായിരുന്നു. എങ്കിലും പുറപ്പെടുക തന്നെ എന്ന് നിശ്ചയിച്ച് അദ്ദേഹം ചൂട്ടും കത്തിച്ച് ഇല്ലത്ത് നിന്നും പുറപ്പെട്ടു. കുടയുണ്ടായിരുന്നുവെങ്കിലും കാറ്റടി കൊണ്ട് നനഞ്ഞു. 1/2 നാഴിക കഴിയുന്നതിന് മുമ്പ് ചൂട്ട് കെട്ടു. പിന്നെ കൂരിരുട്ട് കൊണ്ട് കണ്ണു തീരെ കാണാൻ പാടില്ല. എങ്കിലും തപ്പി തടഞ്ഞ് അദ്ദേഹം മുൻപോട്ട് തന്നെ നടന്നു. അങ്ങനെ ഒരു വിധത്തിൽ മാർഗമധ്യേ ഉണ്ടായിരുന്ന പുഴക്കടവിൽ ചെന്ന് ചേർന്നു. രാവിലെ ഭാര്യാഗൃഹത്തിൽ നിന്നും പോന്ന സമയം ആ പുഴയിൽ അദ്ദേഹത്തിന് കഷ്ടിച്ചു പാദം മുങ്ങാൻ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. രാത്രിയായപ്പോഴേക്കും കിഴക്കൻ വെള്ളം വന്ന് പുഴ നിറഞ്ഞു. കടവിലെങ്ങും ആളുമില്ല, തോണിയുമില്ല. തുമ്പിക്കൈ വണ്ണത്തിൽ ധാരമുറിയാതെയുള്ള മഴയും അതികഠിനമായ കാറ്റുമുണ്ട്. സമയത്ത് വിളിച്ചാൽ ആരും കേൾക്കുകയുമില്ലല്ലോ. എന്താ നിവൃത്തി? പോകാതെ ഇരിക്കാനും പാടില്ല. ആകപ്പാടെ നമ്പൂതിരി ഏറ്റവും വിഷണ്ണനായി തീർന്നു. ആ സമയം ദേവഗത്യ ഒരു ഇടിമിന്നലുണ്ടായി. അപ്പോൾ ആ കടവിൽ ഒരു തടി അടുത്തു കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. ഉടനെ തപ്പിപ്പിടിച്ച് ആ തടിയിന്മേൽ കയറി കൈകൊണ്ടും കാൽ കൊണ്ടും തുഴഞ്ഞ് ഒരു വിധത്തിൽ മറുകരയിൽ അടുത്തു. ആ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ കാലിന്മേൽ ഒരു കയറ് തടഞ്ഞു. തപ്പി നോക്കിയപ്പോൾ അത് ആ തടിയുടെ ഒരറ്റത്ത് കെട്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി. അതിനാൽ നമ്പൂതിരി ആ തടി ഒഴുകി പോകാതെ ഇരിക്കാനായി കയറിൻ്റെ ഒരറ്റം പിടിച്ച് മരത്തിന്മേൽ കെട്ടിയിട്ടിട്ടാണ് പോയത്. ഏകദേശം അർദ്ധരാത്രി ആയപ്പോഴേക്കും നമ്പൂതിരി നനഞ്ഞൊലിച്ച് ഭാര്യാഗൃഹത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്പൂതിരിയുടെ ഭാര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവർ വിളക്കത്ത് എന്തോ ഒരു പുസ്തകം എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ നമ്പൂതിരി ചെന്ന് വിളിച്ച ഉടനെ വാതിൽ തുറന്നു. നമ്പൂതിരി മുണ്ട് പിഴിഞ്ഞ് തലയും മേലും എല്ലാം തോർത്തിയതിൻ്റെ ശേഷം അകത്ത് കടന്ന് ഈറൻ മാറിയപ്പോഴേക്കും ഭാര്യ മുറുക്കാനെടുത്തു കൊടുത്തു. നമ്പൂതിരി മുറുക്കിയതിൻ്റെ ശേഷം അന്ന് വഴിക്കുണ്ടായ കഷ്ടപ്പാടുകളെല്ലാം വിസ്തരിച്ച് ഭാര്യയെ കേൾപ്പിച്ചു. അതൊക്കെ കേട്ടപ്പോൾ ആ പതിവ്രതാരത്നത്തിന് വളരെ വിഷാദമുണ്ടായി. ആ സ്ത്രീ ഭർത്താവിനെ പോലെ തന്നെ വൈദൂഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. നമ്പൂതിരി വർത്തമാനമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ മുറിക്കകത്ത് ഭിത്തിയിന്മേൽ ആണി തറച്ച് തൂക്കിയിട്ടിരുന്ന ചിത്രപടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടേക്ക് അടിയനെക്കുറിച്ചുള്ള ഏകാഗ്ര ചിത്തത്വം അങ്ങോട്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ സായുജ്യം ലഭിക്കുമായിരുന്നു. ഈ ബ്രാഹ്മണ ജന്മം ഇപ്രകാരം തുലച്ചു കളയുന്നത് കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. ആ ചിത്രപടം ശ്രീകൃഷ്ണൻ്റേതായിരുന്നു. ഭാര്യയുടെ ഈ വചനശല്യം നമ്പൂതിരിയുടെ ഹൃദയത്തിൽ നല്ലപോലെ കൊണ്ടു തറച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് പരമാർത്ഥ ജ്ഞാനമുണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ആ ചിത്രപടത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിശ്ചേഷ്ടനായി ഇരുന്നതിൻ്റെ ശേഷം, ശരി തന്നെ, നീ പറഞ്ഞത് പരമാർത്ഥമാണ്. ഇപ്പോഴാണ് എനിക്ക് തത്വബോധം ഉണ്ടായത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്കൽ നിന്ന് നിവർത്തിച്ചു ഭഗവാങ്കൽ പതിഞ്ഞിരിക്കുന്നു. എൻ്റെ മനസ്സിനെ ദുർമാർഗത്തിൽ നിന്ന് തിരിച്ചു സന്മാർഗത്തിങ്കലാക്കി തീർത്ത നിന്നെ ഞാൻ എൻ്റെ ഒരു ഗുരുവെന്ന് തന്നെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ ചിത്രപടത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ആ സമയം ആ ദ്വിജേന്ദ്രൻ്റെ മുഖസുധാകരത്തിങ്കൽ നിന്ന് അനർഗളമായി പ്രവഹിച്ച പദ്യ പരമ്പരയാണ് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്നത്. ആ പദ്യവൃന്ദം ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ളതും ശ്രോതാക്കൾക്കു കർണാമൃതമായിട്ടുള്ളതുമായാലായിരിക്കാം അതിന് ശ്രീകൃഷ്ണ കർണാമൃതം എന്നു നാമം സിദ്ധിച്ചത്. അഥവാ അത് ശ്രീകൃഷ്ണന് തന്നെ കർണാമൃതമായി തീർന്നതിനാലാണ് ഈ പേര് സിദ്ധിച്ചതെന്നും വരാം.
നമ്പൂതിരി ശ്ലോകങ്ങൾ ചൊല്ലി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവ എഴുതി തുടങ്ങുകയും ചെയ്തു. എന്നാൽ നമ്പൂതിരി ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ആ വിദുഷി എഴുതിയെടുത്തില്ല. നമ്പൂതിരി ശ്ലോകം ചൊല്ലി തുടങ്ങിയപ്പോൾ ആ ചിത്രപടം തല കുലുക്കി തുടങ്ങി. എന്നാൽ ചില ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ തല കുലുക്കിയില്ല. ചിത്രപടം തല കുലുക്കി ശ്ലാഘിക്കാതെ ഇരുന്ന ശ്ലോകങ്ങൾ ആ സ്ത്രീ എഴുതിയതുമില്ല. ശ്ലോകങ്ങളുടെ രസികത്വം കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചാണ് ചിത്രപടം തല കുലുക്കുന്നതെന്നും ചില ശ്ലോകങ്ങൾക്ക് രസികത്വം മതിയാവാഞ്ഞിട്ടാണ് തല കുലുക്കാത്തതെന്നുമായിരുന്നു ആ സ്ത്രീയുടെ വിശ്വാസം. ശ്രീകൃഷ്ണ കർണാമൃതത്തിലുള്ള ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷമേ നമ്പൂതിരി ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീറ്റുള്ളൂ. നമ്പൂതിരി പിന്നെ ഒന്നും മിണ്ടാതെ വെളിയിൽ ഇറങ്ങി നടന്ന് ആറ്റുകടവിലെത്തി. തലേദിവസം താൻ കെട്ടിയിട്ടിരുന്ന തടി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ അത് അവിടെ കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. പക്ഷേ അത് ഒരു മനുഷ്യന്റെ മൃതശരീരമായിരുന്നു. അപ്പോഴാണ് താൻ ശവത്തിന്മേൽ കയറിയാണ് നദീ തരണം ചെയ്തതെന്നുള്ള പരമാർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായത്. ആ ശവത്തിന്റെ കഴുത്തിൽ ഒരു കയറും ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്നും ആ ശവം ആരോ കയറോടുകൂടി അഴിച്ചെടുത്തു പുഴയിലിടുകയും ഒഴുക്കുകയും ഈ കടവിൽ വന്നു ചേരുകയും ചെയ്തതാണെന്നും അദ്ദേഹം ഊഹിച്ചു. നമ്പൂതിരി ഉടനെ ഒരു തോണി വരുത്തി അതിൽ കയറി അക്കരെ കടക്കുകയും ഇല്ലത്തു ചെന്നതിന്റെ ശേഷം കുളിച്ച് 5 പേരെ കൊണ്ടും പുണ്യാഹം കഴിപ്പിക്കുകയും അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് സന്യസിക്കുകയും കാലക്രമേണ അദ്ദേഹം വില്യമംഗലത്ത് സ്വാമിയാർ എന്നു പ്രസിദ്ധനായി തീരുകയും ചെയ്തു.